software engineering and its models. So what is software engineering? Then what are the different models to implement a software, or different steps to implement a software? പിന്നെ അതിനുശേഷം ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ എങ്ങനെയാണ് ഡിറ്റർമിൻ ചെയ്യുന്നതെന്നുള്ള സംഭവമാണ് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. അപ്പൊ എസ് ക്വസ്റ്റ്യൻ ആയിട്ട് യൂഷ്വലി ചോദിക്കുന്നത് സോഫ്റ്റ്വെയർ മോഡൽസിനകത്തുനിന്ന് ഏതെങ്കിലും 1-2 മോഡൽസ് ചോദിക്കും. കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽസ് എല്ലാ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തിലും ഉണ്ട്. സോ അതിന്റെ പോയിന്റ്സ് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അപ്പോ ഈ ഹെഡിങ്സ് ഫസ്റ്റ് എവല്യൂഷൻ ഓഫ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, അതൊന്നും വലിയ കാര്യമായിട്ടൊന്നുമില്ല, ചുമ്മാ തിയറി മാത്രം ജസ്റ്റ് നോക്കി പോവാ. നമ്മൾ 1.3 തൊട്ടാണ് ഫോക്കസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിഫൈൻ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. ഓക്കെ, അപ്പൊ സോഫ്റ്റ്വെയർ ഒരു പ്രോഗ്രാമും സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് ചോദിച്ചാൽ, പ്രോഗ്രാം ഇസ് ആക്ച്വലി എ സെറ്റ് ഓഫ് കോഡ് ഓർ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ്. ഓക്കെ, സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, വി വിൽ ഗെറ്റ് എ സോഫ്റ്റ്വെയർ ആസ് യുവർ ഔട്ട്പുട്ട്. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ, അതായത് അവിടെ കുറെ ടെക്നിക്സ്, ടൂൾസ്, അൽഗോരിതംസ്, ഓക്കെ, അങ്ങനെ കുറെ സംഭവങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാകുന്ന ഒരു പ്രോസസ്സാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ ആഫ്റ്റർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്, നമുക്ക് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് എന്ന് പറയുമ്പോൾ നമുക്ക് അവിടെ ഒരു പ്രൊഡക്റ്റ് കിട്ടും. ഓക്കെ, ഔട്ട്പുട്ട് ആയിട്ട് നമുക്കൊരു സോഫ്റ്റ്വെയർ കിട്ടും. ഓക്കെ, പക്ഷേ ദീസ് ആർ ആക്ച്വലി an integration of specific tools, mathematical techniques, algorithms, അങ്ങനെ കുറെ സംഭവങ്ങളെല്ലാം കൂടെ ചേർന്നാണ് ഈ പറയുന്ന പിന്നെ സോഫ്റ്റ്വെയർ കോഡ് വിച്ച് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ്, ഇതെല്ലാം കൂടെ കൂടുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ് ചെയ്യുന്ന ആൾക്കാരാണ് സോഫ്റ്റ്വെയർ എഞ്ചിനീയേഴ്സ്. ഓക്കെ, അപ്പോൾ ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ we need to learn SDLC. SDLC എന്ന് പറഞ്ഞാൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഓഫ് ഡെവലപ്പിംഗ് എ സോഫ്റ്റ്വെയർ, അതാണ് SDLC. ഓക്കെ, അതിനകത്തൊരു 5-6 ഫേസ് ഉണ്ട്. 5-6 ഫേസ് എന്ന് പറഞ്ഞാൽ ഈ ഫേസസ് എല്ലാം സെയിം ആയിരിക്കും പല മോഡൽസിനും. പല മോഡൽസ് നമ്മൾ യൂസ് ചെയ്ത് ഇത് ഇംപ്ലിമെന്റ് ചെയ്യും, പക്ഷെ ഈ ഫേസസ് എല്ലാം ഏകദേശം സെയിം ആയിരിക്കും. ചിലപ്പോൾ പല ഫേസും ഇതിനകത്ത് റിപ്പീറ്റ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതൊക്കെ വെച്ചിട്ടാണ് മോഡൽസ് വേരി ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് എവല്യൂഷൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1970, 1980 അതൊന്നും അങ്ങനെ ചോദിക്കുകയല്ല. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻടാഞ്ചിബിൾ ആണ്. ഹാർഡ്വെയറിനെ സംബന്ധിച്ച് ഇറ്റ് ഹാസ് വെയർ ആൻഡ് ടയർ. സോഫ്റ്റ്വെയറിനെ എന്നാ പറയുന്നത്, എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ഒന്നും അഫക്ട് ചെയ്യത്തില്ല, അങ്ങനെ കുറച്ച് കഥകൾ. ഓക്കെ, ദെൻ ഇമ്പോർട്ടൻസ്. ഓക്കെ, addresses cost, error and quality concerns. It uses scientific basis for planning and transforms the development from art to ഒരാളുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് ആണ് എന്ത് പറയുന്നത്, ആ ഡെവലപ്പ് ആകുന്ന ക്രിയേറ്റിവിറ്റി കസ്റ്റമർ റിക്വയർമെന്റ് അനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുക്കാം. ഓക്കെ, സോ ദീസ് ആർ ദ ഡിഫറെന്റ് മോഡൽസ് ദാറ്റ് വി ആർ ഗോയിങ് ടു ലേൺ, ആൻഡ് we are going to learn the different phases in SDLC. Okay, so different models, idana basic model, build and fix model. Okay, then waterfall model, iterative model, prototyping model, spiral model and rapid application development model. ഇത്ര മോഡൽസ് ആണ് പഠിക്കുന്നത്. പക്ഷേ നമുക്ക് സോഫ്റ്റ്വെയർ ഓക്കെ, അപ്പോൾ സോഫ്റ്റ്വെയർ ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ, ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ എന്ന് പറയുമ്പോൾ ആദ്യമേ നമ്മൾ ഓർക്കുക, നമ്മളൊരു വീട് വെക്കാൻ പോകുമ്പോൾ നമ്മൾ ആദ്യമേ നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ആദ്യമേ മൊത്തത്തിലൊന്ന് അനാലിസിസ് നടത്തും. ഓക്കെ, ഒരു അനലൈസിങ്ങിന് ശേഷം, അതായത് നമുക്ക് വീട് വെച്ചാൽ സെറ്റ് ആവുമോ, ഓക്കെ, എത്ര ഇതിലുള്ള വീട് വെക്കണം, എത്ര സ്ക്വയർ ഫീറ്റ് വേണം, അങ്ങനെയുള്ള സംഭവം. അതിനാണ് റിക്വയർമെന്റ് അനാലിസിസ് ഫേസ് എന്ന് പറയും. എന്തൊക്കെ സംഭവങ്ങൾ വേണം, ഓക്കെ, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ എല്ലാം മൊത്തത്തിൽ നമ്മളൊന്ന് പഠിക്കും. അതാണ് സ്റ്റഡി ചെയ്യും, അതാണ് റിക്വയർമെന്റ് അനാലിസിസ്. സെയിം മാനർ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ നേരം കസ്റ്റമർ റിക്വയർമെന്റ് എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കും. സോ ആ റിക്വയർമെന്റിനനുസരിച്ച് ആ റിക്വയർമെന്റിന് വേണ്ടുന്ന എന്താ പറയുക, ആ റിക്വയർമെന്റിന് വേണ്ടുന്ന കോസ്റ്റ് എന്തായിരിക്കും, ടൈം, ആ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്ത് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണ്ടുന്ന ടൈം എന്ത് വരും, ഇങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്നാ പറയുന്നത് റിക്വയർമെന്റ് അനാലിസിസ് ഫേസിൽ നമ്മളൊരു സ്റ്റഡി നടത്തും, പ്ലാൻ ചെയ്യും. ഓക്കെ, ദെൻ ആഫ്റ്റർ ദാറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക്
ഈ സംഭവത്തിനൊരു ഡിസൈൻ ചെയ്യുക. അതായത് നമ്മൾ വീടിന്റെ സംഭവങ്ങളെല്ലാം ഒന്ന് അനാലിസിസ് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഡിസൈൻ വരയ്ക്കും, ഒരു പ്ലാൻ വരയ്ക്കും. ശരിക്കും അതിന് ഡിസൈൻ ഫേസ് എന്ന് പറയും. അപ്പൊ പിക്ടോറിയൽ റെപ്രസെന്റേഷൻ കാണുമ്പോൾ ഇറ്റ് ഈസ് ഈസി ടു understand the flows or the faults in the program, or faults in our product. അതാണ് എന്നാ പറയുന്നത് ഡിസൈൻ ഫേസ്, ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഇപ്പോ അതിന്റെ ഒരു ഗുണം എന്നാന്ന് ചോദിച്ചാല്, if a new engineer is joining to our team, it is easy to identify. They ask for the plan and it is easy to identify from the plan or from the diagram what are the requirements of the customer and how long it will be needed to complete that project. ഓക്കെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് നമുക്ക് പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഡിസൈൻ ഫേസ് കഴിയുമ്പോഴത്തേക്കിന് they'll start coding. അവർ കോഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഏതെങ്കിലും ഒരു പ്രോഗ്രാമിംഗ് ഏതിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് വെച്ചിട്ട് they start coding. ഓക്കെ, അതിനുശേഷം കോഡ് ചെയ്തതിന് ശേഷം we need to test it. നമുക്ക് ഇതിനെ ടെസ്റ്റ് ചെയ്യണം. that is, our project is going to work perfectly. Our product is going to work perfectly. If there is any error is there or not, what are the error? Appo adine nammal debug cheyum to identify the errors, and testing help to fix that errors. Nammal adine fix cheyum. Okay, appo fix cheyidine shesham we have a testing എന്നൊക്കെ പറയുമ്പോൾ തന്നെ പല രീതിയുണ്ട്. ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്, വൈറ്റ് ബോക്സ് ടെസ്റ്റിംഗ്, ഇങ്ങനെ കുറച്ച് ടൈപ്പ് ഓഫ് ടെസ്റ്റിംഗ് ഉണ്ട്. അപ്പൊ ഓക്കെ, ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ വി ഹാവ് ടെസ്റ്റിംഗ്. ഓക്കെ, ടെസ്റ്റിങ്ങിന് വി യൂസ് ടെസ്റ്റ് കേസസ്. ഓക്കെ, ടെസ്റ്റ് കേസസ് ഇതൊക്കെ ഇനി മുന്നോട്ട് പഠിക്കും. ടെസ്റ്റ് കേസസ് എന്താന്ന് ചോദിച്ചാല് ഒരു സാമ്പിൾ കേസ് നമ്മൾ ഉണ്ടാക്കും. ദെൻ ആ ഒരു സാമ്പിൾ കേസ് അല്ലെങ്കിൽ ഒരു ക്വറി ആയിരിക്കാം, എന്തോ ആയിരിക്കട്ടെ, അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുക്കും. ഓക്കെ, സോ അത് അതിൽ പെർഫെക്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നോ എന്നുള്ളതാണ് ടെസ്റ്റ് കേസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്തതിന് ശേഷം വി ഹാവ് മെയിൻ്റെനൻസ് ഫേസ്. അതായത് കസ്റ്റമർ പിന്നെ എന്തെങ്കിലും അഡീഷണൽ റിക്വയർമെന്റ്സ് പറഞ്ഞു, അല്ലെങ്കിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻസ് വേണ്ടിയതായിട്ടുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം എന്ത് ചെയ്യുന്നു, മെയിൻ്റെനൻസ് ഫേസിൽ ചെയ്യുന്നു. അപ്പൊ മെയിൻ്റെനൻസ് ഫേസ് തന്നെ വി ക്യാൻ ഹാവ് ടു അഡാപ്റ്റീവ് മെയിൻ്റെനൻസ്, കറക്റ്റീവ് മെയിൻ്റെനൻസ്, അങ്ങനെ വി ക്യാൻ ഹാവ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് മെയിൻ്റെനൻസ്. പക്ഷെ ജനറലൈസ് ചെയ്ത് പറയുമ്പോൾ വി ഹാവ് മെയിൻ്റെനൻസ്. അപ്പൊ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിന്റെ അകത്ത് പറയുന്ന സംഗതികൾ ഇതൊക്കെയാണ്. സോ see, we have, അപ്പൊ ഈ സൈക്കിൾ ആണ് ശരിക്കും നമ്മൾ പഠിക്കുന്നത്. So if it is a build and fix model, this is the basic model, initial model. It has only 2 phases. Okay, the code is in one phase, code is developed, and in another phase code is fixed. Code develop ചെയ്യുന്നു, ഫിക്സ് ചെയ്യുന്നു, ഈ 2 ഫേസേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യുന്നു, ഡെലിവർ ദ പ്രോഡക്റ്റ്. അപ്പോ ഈ സംഭവം എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് ചെയ്യുന്നു, ഒരു റിപ്പീറ്റിംഗ് പ്രോസസ് ആണ്. കോഡ് ഡെവലപ്പ് ചെയ്യുന്നു, ക്ലയന്റിന് സാറ്റിസ്ഫൈ ചെയ്യുന്നതനുസരിച്ച്, കസ്റ്റമർ റിക്വയർമെന്റ് സാറ്റിസ്ഫൈ ചെയ്യുന്നതനുസരിച്ച് ഇതിനെ തിരുത്തിക്കൊണ്ടിരിക്കുന്നു, ഫിക്സ് ചെയ്യുന്നു. ഓക്കെ, അതാണ് ബിൽഡ് ആൻഡ് ഫിക്സ് മോഡൽ. അടുത്തത് വാട്ടർഫോൾ മോഡൽ. ഓക്കെ, വാട്ടർഫോൾ മോഡലിനകത്ത് നമ്മൾ പറഞ്ഞ സംഗതികളെല്ലാം തന്നെ ഉണ്ട്. Okay, waterfall model. See, requirement analysis phase. This is the simplest and oldest model, process model. Okay, so in each, അതായത് ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ സെയിം സാധനം തന്നെയുണ്ട്, ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിക്വയർമെന്റ്സ്, ഡിസൈൻ, കോഡിംഗ്, ടെസ്റ്റിംഗ്, മെയിൻ്റെനൻസ്. നിങ്ങൾക്ക് കാണാം ഇതൊരു ലീനിയർ മോഡലാണ്. മുന്നോട്ടേ ഇത് പോകുന്നുള്ളൂ, പുറകോട്ട് സഞ്ചരിക്കുന്നില്ല. യു ക്യാൻ സീ ദാറ്റ് ആരോ. റിക്വയർമെന്റ് കഴിയുന്നു, ഡിസൈൻ കഴിയുന്നു, കോഡിംഗ് എപ്പോ കഴിയുന്നു, അത് കഴിഞ്ഞ് ടെസ്റ്റിംഗ്, അങ്ങനെ. അപ്പൊ ഇവിടുത്തെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ വൺസ് എൻറ്റയർ സൈക്കിൾ ഈസ് ഡൺ ഓൺലി ദേ വിൽ ടേക്ക് ദ കസ്റ്റമർ ഫീഡ്ബാക്ക് ആൻഡ് ഇൻ ദ മെയിൻ്റെനൻസ് ഫേസ് ദേ സ്റ്റാർട്ട് ടു ഡു ദ ഫിക്സിംഗ്. ഓക്കെ, അതാണ് ഈ വാട്ടർഫോൾ മോഡലിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ടുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, customer has to wait longer time to get the product. Okay, or get the product, because once the product is finished, maybe customer may not be satisfied. Okay, so if the customer may not be satisfied, he need
additional modifications, he has to give the feedback and wait for a long. So this software, if it is using waterfall model, oldest model, the thing is that the customer will not get the right product. Okay, and ഉദ്ദേശിക്കുന്ന സാധനം കിട്ടണമെന്ന് നിർബന്ധം ഇല്ല. Okay, so it is actually systematic and sequential approach ആണ്, and it is better than the build and fix model. Better ആണ് of course, but in this model complete requirement should be available at the time of commencement of the project. അപ്പോ കംപ്ലീറ്റ് റിക്വയർമെന്റും എന്ത് ചെയ്യണം, പ്രൊജക്ട് ചെയ്യുന്ന തുടങ്ങുമ്പോൾ തന്നെ എന്ത് ചെയ്യണം, കംപ്ലീറ്റ് റിക്വയർമെന്റും കളക്ട് ചെയ്തിരിക്കണം. Okay, it can accommodate the new requirements only in the maintenance phase. So if new requirements are given, it can be done only in the maintenance phase. Okay, so അതുപോലെ തന്നെ it is not checking for risk assessment. Risk assessment ഇവിടെ നടക്കുന്നില്ല. Okay, so in waterfall model, a working model of the software is not available, so we cannot judge the problems. നമ്മൾ moral of the story നമുക്ക് മനസ്സിലായി, എടുത്തിട്ട് റിസ്ക് അസസ്മെന്റോ അല്ലെ ഇടയ്ക്ക് ഫീഡ്ബാക്സോ എടുക്കാത്തത് കാരണം the customer need to satisfy whatever the model is giving. Okay, അതാണ് അതിന്റെ ഒരു ഇത്. പിന്നെ എന്നാ പറയുന്നത്, we have a slight modification, that is a waterfall model with the feedback. So in this program we can see that, നമ്മൾ ഓരോ ഫേസിലും ബാക്ക്വേർഡ് ആരോ കൊടുത്തിട്ടുണ്ട്, ഓരോ ഫേസ് കഴിയുമ്പോഴും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു 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 മോഡൽ ഉണ്ട്, വാട്ടർഫോൾ മോഡൽ വിത്ത് ഫീഡ്ബാക്ക്. സോ അത് കുറച്ചുകൂടി ഒരു എന്നാ പറയുന്നത് എറർ പ്രോൺ ആയിരിക്കും, അല്ലെ കസ്റ്റമറിന് കുറച്ചുകൂടെ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മോഡൽ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത മോഡലാണ് ഐട്രേറ്റീവ് എൻഹാൻസ്മെന്റ് മോഡൽ. So iterative enhancement model, iteration means repetition. You know, C program നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, for loop, while loop, do while loop, ഇതൊക്കെ പഠിച്ചിട്ടുണ്ട്. See, that means iteration. If something we need to get repeated, that is iterative model. Okay, iterative enhancement model. Enhancement എന്ന് പറഞ്ഞാൽ എന്താ, കുറച്ച് ഫീച്ചേഴ്സും കൂടെ ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. Okay, so this iterative enhancement model, you can see it is actually implemented to remove the disadvantages of waterfall model. Okay, പക്ഷെ ഫേസസ് എല്ലാം സെയിം ആയിരിക്കും. ഓക്കെ, പക്ഷേ the only difference is the construction and delivery is done in the iterative mode. iteration മോഡിലായിരിക്കും ഈ സംഭവം നടക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് iteration നടക്കുന്നുണ്ട്, you cannot depend on the first iteration. You can wait for n number of iterations, so until you get satisfied with the project, അതാണ് product, അതാണ് എന്ത് iteration model. So in the first iteration, less requirements will be satisfied. Okay, it is not a complete project, it is not a complete product, but when the iteration continues and continues, so every time that iteration gets repeated, okay, the model gets improved. That is the thing, iterative enhancement problem. New requirements can be added, incremental features, adana parayunna, new requirements can be added. Okay, so on each release, നമ്മൾ പറയുന്ന പോലെ സോഫ്റ്റ്വെയറിന്റെ ഓരോ വേർഷൻസ് പറയുന്ന പോലെ 0.1, 0.2, 0.3 വേർഷൻസ് പറയുന്ന പോലെ റിലീസ് ബൈ റിലീസ് you will get the updated version. Okay, adana iteration model. You can see all the phases are same, so that is why waterfall model iteration 1, waterfall model iteration 2, it is repeating. Okay, പക്ഷെ ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്താന്ന് ചോദിച്ചാൽ it may never end. Okay, അപ്പൊ കാര്യം എന്ന് വെച്ചാൽ ദ യൂസർ, അതായത് ഇതിങ്ങനെ പോളിഷ് ചെയ്തിരിക്കുന്ന കാരണം ഇതിങ്ങനെ iteration കണ്ടിന്യൂ ലിമിറ്റ്ലെസ്ലി ഇത് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. So the customer needs to endlessly wait for the final product. Okay, also the cost estimation is also tedious, because every iteration you will get the product. So again iteration you will get a new version like that. So അതാണ് എന്ത് പറയുന്നത് ഇതിന്റെ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്. That is iterative enhancement model. New features can be added. Okay, next iteration will repeat. Okay, next model is prototyping model. Okay, prototyping model എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോട്ടോടൈപ്പ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താന്ന് ചോദിച്ചാൽ you will get a dummy product. Okay, അപ്പോ അതായത് നമ്മളൊരു സാമ്പിൾ കൊടുക്കും. ഓക്കെ, എന്നിട്ട് അതായത്
അതായത് ഒരു വർക്കിംഗ് മോഡൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യും, ഒരു സാമ്പിൾ കൊടുക്കും, എന്നിട്ട് അത് കസ്റ്റമറിന് കൊടുത്തിട്ട് അയാൾ ആ സാമ്പിൾ ഇട്ടിട്ട് അയാളുടെ റിക്വയർമെന്റ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കും. ഓക്കെ, എന്നിട്ട് അതിന്റെ എന്നാ പറയുന്നത് പ്രോസ് ആൻഡ് കോൺസ് സെപ്പറേറ്റ് ചെയ്തിട്ട് അതിന്റെ അതിന്റെ ലിമിറ്റേഷൻസിനനുസരിച്ചിട്ട് കസ്റ്റമർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ചെയ്ത് പറഞ്ഞു കൊടുക്കും. സോ ദാറ്റ് the developer can implement a new model based upon all the requirements. അപ്പൊ നമുക്കൊരു സാമ്പിൾ കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു കടയിൽ ചെല്ലുമ്പം നമുക്കൊരു സാമ്പിൾ ഒരാൾ തരുന്നു. ഓക്കെ, അപ്പോ സാമ്പിൾ എല്ലാം ഒരാൾ തരുന്നു. ഇപ്പൊ നമ്മളൊരു ഫ്രൂട്ട്സ് കടയിൽ ചെല്ലുമ്പോൾ നമുക്ക് ഒന്ന് ടെസ്റ്റ് ചെയ്യാൻ തരും. നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പുറത്തൊക്കെ പോയി കഴിയുമ്പോൾ നമ്മൾ ഈ ഇപ്പൊ കൊടൈക്കനാൽ അങ്ങനെയുള്ളിടത്തൊക്കെ പോയി കഴിയുമ്പോൾ they will have multiple sweets. So we don't know how the sweet tastes. So what they are giving, they'll give us a sample. So നമ്മൾ ആ സാമ്പിൾ നോക്കിയിട്ടാണ് നമ്മൾ ആ സാധനം മൊത്തത്തിൽ മേടിക്കണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. സോ ഇഫ് ദ സാമ്പിൾ ഈസ് നോട്ട് ഗുഡ്, അപ്പൊ അവര് നമുക്ക് ആ സാധനം നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പൊ അവരും പറയും എനിക്ക് ഈ ടേസ്റ്റ് കൊള്ളാം, എനിക്ക് കുറച്ച് നട്ട്സ് ഉള്ളത് അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ളതെന്ന് പറയുന്നതനുസരിച്ച് അവര് വേറെ അവരുടെ പ്രോഡക്റ്റ് നമുക്ക് പരിചയപ്പെടുത്തി തരും. ലൈക്ക് ദ സെയിം മാനർ വി ഹാവ് എ വർക്കിംഗ് മോഡൽ, ഇറ്റ് ഈസ് നോട്ട് ദ ആക്ച്വൽ സോഫ്റ്റ്വെയർ ആക്ച്വലി. ദെൻ അതിന്റെ ഫ്ലോസ് കണ്ടിട്ട് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നു, ഇവര് നല്ല മോഡൽ ഡെവലപ്പ് ചെയ്ത് കസ്റ്റമറിന് കൊടുക്കും. സോ ഇതിന്റെ ഒരു ഗുണം എന്താന്ന് ചോദിച്ചാൽ സീരിയസ് എറേഴ്സ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും when your project completes. Okay, so analyzing the feedback given by the customer, add the requirement and prepares a final specification document. Okay, so the actual product is developed using the normal ബാക്കിയെല്ലാം വാട്ടർഫോൾ മോഡൽ പോലെ തന്നെ ഡെവലപ്പ് ചെയ്യുന്നു എന്നിട്ട് ചെയ്യുന്നു. ഓക്കെ, so it helps in determining user requirements more deeply. At the time of actual product development, the customer feedback is available. So നമ്മൾ ഒറിജിനലി ഉണ്ടാക്കാനിരിക്കുമ്പോൾ we have the better version of the customer requirements. Okay, it is considered any types of risk at the initial level. ഇനിഷ്യൽ ലെവലിൽ വരുന്ന എല്ലാ റിസ്കുകളും അവർക്ക് ഒരു പരിധി വരെ മാനേജ് ചെയ്യാനായിട്ട് പറ്റും. To plan, to design, develop a prototype, deliver to the customer. This is your working model, prototyping model. After delivering to the customer is given a feedback. Then you are going to start implementing the project. Okay, next is spiral model. Spiral model ആലോചിക്കുമ്പോൾ എപ്പോഴും ഓർത്തോണം, it goes in a spiral manner. ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടുന്നത് റിസ്ക് അസസ്മെന്റ് ആണ്. ഇവിടെ ഫോക്കസ് ചെയ്യേണ്ടുന്നത് റിസ്ക് അനാലിസിസ്. ഓക്കെ, it combines models plus risk analysis. So it combines different models. Okay, and you can see that the risk analysis എപ്പോഴും നടക്കും. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം, ഇതിനൊരു ഡയഗ്രാം ഉണ്ട് ഇവിടെ. സ്പൈറൽ മോഡൽ ഇതാണ്, കണ്ടോ? റിസ്ക് അനാലിസിസ് നടക്കുന്നുണ്ട്. ഗോസ് സി റിവ്യൂഡ്, ആ കുഞ്ഞു സ്പൈറലിലോട്ട് തുടങ്ങണം. റിവ്യൂഡ്, ഓക്കെ, ഇറ്റ് ഹാസ് a prototype. One model is used, one prototype model, one working model is used. Okay, then goes down. Okay, all the phases are done. Then coming back to the same repeating risk analysis done. Okay, again using prototype 3. Okay, validation, verifications all are done. Again going through the risk analysis phase. Like this, it goes in a spiral manner. So it combines the strength of various other models. Different prototyping models are considered here. It takes the strength of all these models. Okay, and it is a spiral phase, spiral process. Okay, iteration happens here. പക്ഷേ നോക്കിക്കേ, ഈ മോഡലില് ഇത്രയും കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് എഴുതിക്കണം. ഫൈനലൈസ് ഒബ്ജക്റ്റീവ്. ഓക്കെ, സോ നമുക്ക് ഒരു പർട്ടിക്കുലർ ഫേസ് എത്തുമ്പോഴത്തേക്കിന് വി നീഡ് ടു ഫൈനലൈസ് ദ ഒബ്ജക്റ്റീവ് ഓഫ് അവർ പ്രോഡക്റ്റ്. ഓക്കെ, and the risk analysis is done at every phase to the maximum extent, and they are analyzed and necessary steps need to be taken. Okay, so based on the risk that are identified,
an SDLC model is selected and is followed. അപ്പൊ ഇവർ എന്ത് ചെയ്യുന്നതെന്ന് വെച്ചാൽ it considers other, ഇതാണ് ആ PPT എഴുതിയിരിക്കുന്ന അനുസരിച്ചിട്ട് it tries different models. So which one is the better one it considers that. Okay, how did it consider that better one? They have done risk analysis at each phase and a better one will be taken. Minimum risk will be taken. So അങ്ങനെ ഒരു മോഡൽ അവർ ചൂസ് ചെയ്തിട്ട് ബാക്കി SDLC കണ്ടിന്യൂ ചെയ്യും. Okay, so planning at this point the work done till the time is reviewed. Okay, based on the review a decision is regarding whether to go through the loop of the spiral again or not. അതായത് വീണ്ടും ലൂപ്പ് കറങ്ങണോ അതോ മുന്നോട്ട് പോകണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ബാക്കി ഫേസസ് കവർ ചെയ്യണോ എന്നുള്ളത് എന്ത് ചെയ്യുന്നു, ഡിസൈഡ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് സ്പൈറൽ മോഡൽ? ഇറ്റ് takes into account the advantages or the strength of multiple models, plus a risk analysis will be done, minimum risk model will be taken, and it continues the SDLC process. Okay, it checks in each phase whether they need to iterate or do the spiral process, do the risk analysis process or not. They do it spirally. Okay, appo idana the spiral model. Okay, so in the spiral model, after each phase a review is done regarding all the products developed up to that point, and plans are devised for the next cycle. So next cycle like കൊടുക്കാനായിട്ട് പ്രാപ്തരാണോ എന്ന് നോക്കിയിട്ടാണ് അടുത്തതിലേക്ക് പോകുന്നത്. It suggests a systematic approach according to the classical life cycle. It considers technical risk. Okay, for high risk project this model is very useful because the risk analysis and validation steps eliminate the errors in early phases of the development. That is the main point that you need to write down. During the early phases of the development, risk analysis will be done. So once the risk is over or once it is minimized only, it will go to the next cycle, next phase. Understood? Adana avade. Next, rapid application approach, RAD. Rapid application approach എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരു സാധനം വേണം, പേര് തരുന്നുണ്ട്, നമുക്ക് പെട്ടെന്ന് ഒരു സാധനം വേണം. അതിന് എന്നാ ചെയ്യുന്നതെന്ന് ചോദിച്ചാല് നമ്മൾ ഇച്ചിരി സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ ട്രെയിൻഡ് ആയിട്ടുള്ള ആൾക്കാർ, അല്ലെ പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരെ കൺസിഡർ ചെയ്യും ഇവിടെ. ഓക്കെ, എന്നിട്ട് എഞ്ചിനീയേഴ്സിനെ കൺസിഡർ ചെയ്യും. എന്നിട്ട് ദേ വിൽ ഗീവ് ദ പ്രോജക്ട് റാൻഡംലി ടു ദീസ് പീപ്പിൾ. ഓക്കെ, ദേ ഗിവൺ ഇറ്റ് ഈസ് എ ടാസ്ക് ബൈ ടാസ്ക്. So അവരത് പെട്ടെന്ന് ചെയ്യുന്നു and it is implemented into a fully functional system in a very short time. അതാണ് എന്താ rapid application project. A quick approach for software development. Multiple teams are given the task or different components of the ഇതൊരു divide and conquer technology ഇവിടെ യൂസ് ചെയ്യുന്നത്. Within the limited time എന്ത് ചെയ്യുന്നു, a fully functional system will be getting, and it uses modular approach. Modular approach എന്ന് പറഞ്ഞാൽ module wise ഡിവൈഡ് ചെയ്യുന്നു, സബ് മോഡ്യൂൾസ് ആക്കുന്നു, അതെല്ലാം കൂടെ ക്ലബ് ചെയ്തിട്ട് ഫൈനൽ വി വിൽ ഗെറ്റ് എ റിസൾട്ട്. ഓക്കെ, അതാണ് റാപ്പിഡ് ആപ്ലിക്കേഷൻ ഡെവലപ്മെന്റ് മോഡൽ. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഈസ് ആക്ച്വലി വെരി ഇമ്പോർട്ടൻറ്റ്, കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. ഇതൊക്കെ ഇവിടൊക്കെ തന്നെ ഉണ്ടോ? സോ അത് കഴിഞ്ഞു. നെക്സ്റ്റ് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. അതിന്റെ പോയിന്റ് എന്നാ, സോഫ്റ്റ്വെയർ ക്വാളിറ്റി പ്ലസ് പ്രോസസ് മച്യൂരിറ്റി. ഓക്കെ, അത് എങ്ങനെയാന്ന് ചോദിച്ചാൽ ഒറ്റ കാര്യം ഓർത്താൽ മതി. അതിനകത്ത് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ എന്ന് പറഞ്ഞാൽ ഇപ്പോ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരാൾക്ക് ഒരു മച്യൂരിറ്റി ലെവൽ ഉണ്ട്, എന്തൊക്കെ കാര്യങ്ങൾക്ക് കേപ്പബിൾ ആണ്. ഓക്കെ, ദ സെയിം തിങ് ക്യാൻ ബി ഡൺ ഇൻ എ വെൽ മച്യൂർഡ് മാനർ. ഓക്കെ, വെൻ ദ പേഴ്സൺ ഈസ് ഗെറ്റിംഗ് ടീനേജ്ഡ്. ഓക്കെ, അപ്പോ ടീനേജ് ആകുമ്പം അതേ കാര്യം തന്നെ അയാൾ കുറച്ചും കൂടെ നല്ല രീതിയിൽ ചെയ്യുന്ന. ഉദാഹരണം, നമ്മൾ പടം വരയ്ക്കുന്നെന്ന് വെച്ചോ, 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ വരയ്ക്കുന്ന പോലെ അല്ലല്ലോ. നമ്മൾ കുറച്ചുകൂടെ വലുതാകുമ്പോൾ, കുറച്ചുകൂടെ മച്ചുവേർഡ് ആകുമ്പോൾ നമ്മൾ ആ കാര്യത്തെ ഡീൽ ചെയ്യുന്ന അങ്ങനെ ആയിരിക്കത്തില്ല.
സോ അത് ആ ഒരു പ്രോസസ് ഓർത്താൽ മതി, കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. സോ സോഫ്റ്റ്വെയർ ക്വാളിറ്റിനെ സോഫ്റ്റ്വെയറിന്റെ ക്വാളിറ്റിനെ മെഷർ ചെയ്യുന്ന സംഭവമാണ് എന്ത്, കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. സോ അപ്പൊ ഇത് എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ നമുക്ക് ഇത് പറയാം, അതായത് നമ്മൾ ഒരു ലോക്കൽ പ്രൊഡക്റ്റും ഒരു സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റും നമ്മൾ ചൂസ് ചെയ്യുന്നു. ഓക്കെ, ഇപ്പൊ നമുക്ക് തന്നെ അറിയാം, വി ഹാവ് ഡിഫറെന്റ് ബ്രാൻഡ്സ്. ഇപ്പം അഡിഡാസ് ബ്രാൻഡ് ഉണ്ട്, പൂമയുണ്ട്, അപ്പൊ അതുപോലെ അങ്ങനെ പല ബ്രാൻഡ് ഉണ്ട്. സോ ഓരോ ബ്രാൻഡ് ഒരാൾ ചൂസ് ചെയ്യുന്നത്, ഇപ്പൊ നമുക്ക് ഒരു പെരുന്നാൾ വരുമ്പോഴത്തേക്കിന് നമുക്ക് ലോക്കൽ സ്റ്റോൾസ് ഉണ്ട്. ഓക്കെ, സം പീപ്പിൾ വിൽ ബൈ ഓൺലി ബ്രാൻഡഡ് വൺസ്. ഓക്കെ, അപ്പൊ അതൊരു ഓരോ ആൾക്കാരുടെ ഒരു ഇതാ. അപ്പൊ അതുമാതിരി നമ്മളൊരു സോഫ്റ്റ്വെയർ ഓർഗനൈസേഷനെ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ, ആ സോഫ്റ്റ്വെയർ ഓർഗനൈസേഷന്റെ ലെവൽ എന്താണെന്ന് നോക്കും. സോ ലെവൽ 1 ആണോ, 2 ആണോ, 3 ആണോ, 4 ആണോ, 5 ആണോ? ലെവൽ 5 എന്ന് പറയുന്നത് ബെസ്റ്റ് വൺ. ഓക്കെ, ലെവൽ 3 എന്ന് പറയുന്നത് മീഡിയം വൺ, ലെവൽ 1 ഇനിഷ്യൽ സ്റ്റേജ്. അപ്പോ ഇത് ഈ ഓർഡറിൽ പഠിക്കണം. സോ ദാറ്റ് ഡിപിക്ട്സ് വാട്ട് ദ ക്വാളിറ്റി ആൻഡ് ദ or the maturity level of a particular software or the software company, our standard, how to standardize them. Okay, അതിനെ റെപ്രസെന്റ് ചെയ്തിട്ടാണ് അതിനെ ഇങ്ങനെയാ തിരിച്ചിരിക്കുന്നത്. ഇനിഷ്യൽ IRDMO, ഇനിഷ്യൽ റിപ്പീറ്റബിൾ ഡിഫൈൻഡ് മാനേജ്ഡ് ഒപ്റ്റിമൈസ്. ഓക്കെ, സോ ഇനിഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കാം, അഡ്ഹോക്ക് അപ്രോച്ച്. അതായത് നമ്മളോട് ഒരാൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ അറിയത്തില്ലെന്ന് വെച്ചോ, നമ്മള് കണ്ടിട്ടുള്ള ഒരു ഇതേ ഉള്ളൂ. ആ ഒരു ഇത് വെച്ചിട്ട് ഗോതമ്പ് വേണമെന്ന് മനസ്സിലായി, ആദ്യം ചിലപ്പോൾ ഉപ്പിടാൻ ചിലപ്പോൾ മറന്നു പോകും, നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ കുഴച്ചു, ഏതാണ്ട് ഒരു ഉരുള പരുവം എത്തി, പിന്നെ നമുക്കതിങ്ങനെ ഇഷ്ടമുള്ള രീതിയിൽ പരത്തി, ഷേപ്പ് ഇല്ല, ആ ഒരു സംഭവം ഇനിഷ്യൽ ലെവൽ. ആദ്യമായിട്ട് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കാൻ പോകുന്ന ആ ഒരു സംഭവം. ഓക്കെ, പോരായ്മകൾ വരും അങ്ങനെ. അപ്പൊ ഇതാണ് ഇനിഷ്യൽ സ്റ്റേജ്. അപ്പൊ ഇനിഷ്യൽ സ്റ്റേജ് എന്താന്നുള്ളത്, so different organizations are certified for different levels based on the process they follow. ഏത് പ്രോസസ് ആണ് അവർ ഫോളോ ചെയ്യുന്നതിനനുസരിച്ചിട്ട് നമ്മൾ സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇപ്പൊ ലെവൽ 1 ആണെങ്കിൽ സോഫ്റ്റ്വെയർ ഈസ് ഡെവലപ്ഡ് ഇൻ ആൻ അഡ്ഹോക്ക് ബേസിസ്. അഡ്ഹോക്ക് ബേസിസ് തന്നെ ഒരു എന്നാ പറയുന്നത്, നമുക്ക് ഒരു ഫ്രീ ആയിട്ട് ചെയ്യുവാണ്. ഓക്കെ, ഒരു തുറന്ന സമ്പ്രദായം. Okay, and no specific approach is used, no strategic approach is used for its development. കണ്ണി കണ്ട പോലെ നമുക്ക് ഉണ്ടാക്കാം. സോ കിട്ടുന്ന പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് അതിനകത്ത് വർക്ക് ചെയ്ത ആൾക്കാരുടെ സ്കില്ലിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. നോ സൗണ്ട് എഞ്ചിനീയറിംഗ് ഈസ് യൂസ്ഡ്. ഓക്കെ, അതായത് പെർഫെക്റ്റ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് ആയിട്ടുള്ള അല്ലെ പ്രൊഫഷണലൈസ്ഡ് ടെക്നിക്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഇറ്റ് യൂസ് ആൻ അഡ്ഹോക്ക് അപ്രോച്ച്. ഒരു ബുള്ളറ്റ് പോയിന്റ് ഇട്ടേക്കാം. ഇറ്റ് യൂസ് ആൻ അഡ്ഹോക്ക് അപ്രോച്ച്. No strategic approach is used. No professionals are there. The output of the product will depend upon the skill of the team members. Okay, so അതുപോലെ തന്നെ ടൈം ആൻഡ് കോസ്റ്റ് ഓഫ് ദ പ്രോജക്റ്റ് ആർ നോട്ട് ക്രിട്ടിക്കൽ ഇഷ്യൂ. എപ്പോഴേലും ചെയ്ത് കിട്ടിയാൽ മതി. മനസ്സിലായോ? കോസ്റ്റ് അതും അവര് മാറ്ററേ അല്ലേ, ഡസൻ മാറ്റർ. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു പ്രോഡക്റ്റ് ഇതെന്ന് വെച്ചാല്, അങ്ങനെ ഒരു അഡ്ഹോക്ക് അപ്രോച്ച് യൂസ് ചെയ്യുന്നത് കൊണ്ട് നമുക്കിത് ചിലപ്പോൾ സമയം കൂടുതൽ എടുക്കും, പ്ലസ് ഒരു പ്രൊഫഷണൽ അപ്രോച്ച് ആയിരിക്കുമല്ല. അപ്പം കോസ്റ്റ് എന്തോരം ആവും എന്നുള്ളത് നമുക്കറിയില്ല. ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ഡ്യൂറേഷൻ ഓഫ് ദ പ്രോജക്ട്, എപ്പോഴാണ് കംപ്ലീറ്റ് ചെയ്യുന്നത് അനുസരിച്ച്. ഓക്കെ, ദ ടെസ്റ്റിംഗ് ഈസ് വെരി സിമ്പിൾ. പിന്നെ ഇത് പ്രഡിക്ഷൻ വളരെ ഇത് നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടുമോന്നൊന്നും അറിയത്തില്ല. ഇപ്പൊ ഒരാള് ഒരു കട തുടങ്ങണം എന്ന് വെച്ചോ, അപ്പോ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് തുടങ്ങുന്ന ആൾക്കാരുണ്ട്. ഇതിന്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും, രക്ഷപ്പെടുവോ ഇല്ലയോ, ആ ഒരു സംഭവം. ഇറ്റ് മേ ടേക്ക് ടൈം. ഓക്കെ, എന്നാ അത് സമയം എടുത്തോട്ടെ, എന്നെ അതൊന്നും ബാധിക്കത്തില്ല, സമയം എടുത്തിട്ട് ശരിയായാൽ മതി. ആ ഒരു സംഭവമാണ് ഇനിഷ്യൽ സ്റ്റേജ്, ലെവൽ 1 മച്യൂരിറ്റി മോഡൽ. ഓക്കെ, നെക്സ്റ്റ് ലെവൽ 2 റിപ്പീറ്റബിൾ. അപ്പോ ലെവൽ 1 മനസ്സിലായെങ്കിൽ ലെവൽ 2 എന്താ ഈസി ആയിട്ട് മനസ്സിലാകും. പോയിന്റ് അത് വെച്ച് എലാബറേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലെവൽ 1 എങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം.
ഇനിഷ്യലെങ്കിലും സാറ്റിസ്ഫൈ ചെയ്തിരിക്കണം. ലെവൽ 2 കുറച്ചും കൂടെ മുന്തിയത്. ഓക്കെ, ദാറ്റ് മീൻസ് ഇവിടെ കുറച്ച് പോളിസീസും പ്രൊസീജിയറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. കുത്തഴിഞ്ഞു കിടക്കുന്ന ഒരു സ്കൂള് ആദ്യമായിട്ട് തുടങ്ങിയതേ ഉള്ളൂ. പുതിയൊരു ടീം വന്നു. അപ്പൊ ആ ടീം വന്നിട്ട് അതൊന്ന് റെഡിയാക്കാനായിട്ട് ആദ്യമേ പോയി ഒരു ഭയങ്കര സ്ട്രിക്റ്റ് മെഷേഴ്സ് അല്ല അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കുറേശ്ശെ പല കാര്യങ്ങളിലും അവർ നിയന്ത്രണം വരുത്തും. ഓക്കെ, എല്ലാം കൂടെ ഒരുമിച്ച് വെച്ച് കഴിഞ്ഞാല് അത് ഒരു ബുദ്ധിമുട്ടായിരിക്കും അത് അക്സെപ്റ്റ് ചെയ്യുന്നത്. ലൈക്ക് ദാറ്റ് വി ഹാവ് എ ബേസിക് പ്രോജക്ട് മാനേജ്മെന്റ്. ഒരു കമ്പനിക്ക് ആവശ്യമായ ബേസിക് പ്രോജക്ട് മാനേജ്മെന്റ് പോളിസീസ് ആൻഡ് റിലേറ്റഡ് പ്രൊസീജിയേഴ്സ് ആർ എസ്റ്റാബ്ലിഷ്ഡ്. ഓക്കെ, എന്നിട്ട് ഓൺഗോയിങ് പ്രോജക്ട്സ് അതേപോലെയുള്ള പ്രോജക്ട്സിന്റെ ഒക്കെ അല്ലെങ്കിൽ മറ്റ് കമ്പനികളിൽ നിന്നൊക്കെ അവർ ലേൺ ചെയ്യും. ഓക്കെ, എക്സ്പീരിയൻസ് ഓഫ് ഏർലിയർ പ്രോജക്ട്സ് ആൻഡ് റീയൂട്ടിലൈസ്, എന്നിട്ട് അത് കണ്ടുപഠിച്ചിട്ട് ആ രീതിയിലൊക്കെ എന്ത് ചെയ്യുന്നു അതൊക്കെ ഒന്ന് ഇംപ്ലിമെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. കുറേശ്ശെ ഇതിന് ഡോക്യുമെന്റേഷൻ കൊണ്ടുവരുന്നു. ഓക്കെ, അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ കൊണ്ടുവരുന്നു. ഓക്കെ, അപ്പോ ലെവൽ 1നെ അപേക്ഷിച്ച് നോക്കുമ്പം ലെവൽ 2 ഈസ് കമ്പാരിറ്റീവ്ലി ലിറ്റിൽ ബിറ്റ് ഡിസിപ്ലിൻഡ്, സ്ട്രക്ചേർഡ് ആക്കാനായിട്ട് കൊണ്ടുവരുവാണ്. ഓക്കെ, പോളിസീസും അങ്ങനെയുള്ള സംഭവങ്ങളും ഒക്കെ കൊണ്ടുവന്ന് ആ ഒരു സമ്പ്രദായമാണ് റിപ്പീറ്റബിൾ. ഓക്കെ, നെക്സ്റ്റ് മെച്യൂരിറ്റി ലെവൽ ഈസ് ആക്ച്വലി ഡിഫൈൻഡ്. പേര് തന്നെയുണ്ട്, ഡിഫൈൻഡ്. ഓക്കെ, നമ്മൾ കൊടുക്കുന്ന ആൾക്കാർക്ക് കുറച്ചു ട്രെയിനിങ് ഒക്കെ കൊടുത്ത ആൾക്കാരെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവരുന്നത്. വെൽ ഡിഫൈൻഡ്, മാനേജ്ഡ് ആൻഡ് ഡോക്യുമെന്റഡ്. അപ്പൊ ഡോക്യുമെന്റേഷൻ ഒക്കെ പക്കായായിരിക്കും. ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പുതിയൊരു ടെക്നിക്ക് യൂസ് ചെയ്യണം, പുതിയൊരു ടൂൾ യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ പക്ക ട്രെയിനിങ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ടുള്ള ആ ഒരു സെറ്റപ്പാണ് ലെവൽ 3. ഓക്കെ, സ്റ്റാൻഡേർഡ് പ്രാക്ടീസസ് ആർ ഇംപ്ലിമെന്റഡ് ഹിയർ. നെക്സ്റ്റ് ലെവൽ 4. ലെവൽ 4 ഈസ് ആക്ച്വലി മാനേജ്ഡ്. ലെവൽ 3യിലും അക്കംപ്ലിഷ് ചെയ്യണം. കൂടാതെ വി ആർ യൂസിങ് ക്വാണ്ടിറ്റേറ്റീവ് സ്റ്റാൻഡേർഡ്സ് ആർ സെറ്റ് ഫോർ സോഫ്റ്റ്വെയർ പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്. Then integrated organizational level and collective databases. Integrated എന്ന് പറഞ്ഞാൽ എന്താ? കൂടിച്ചേർന്ന് പല സംഭവങ്ങള് ഇന്റഗ്രേറ്റ് ചെയ്ത ഒരു ഇതായിരിക്കും ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. The project analysis is done at integrated organizational level and collective database is created. Okay, so the performance is also measured in an integrated organizational level. Okay, it is performed with well-defined instruments. കുറച്ചും കൂടെ കാശൊക്കെ കൊടുത്ത് കുറച്ച് ടൂൾസ് ഒക്കെ വാങ്ങിച്ച് കുറച്ച് അങ്ങനെ ഒരു സെറ്റപ്പിലേക്കായിരിക്കും അത് പോകുന്നത്. ഓക്കെ, ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. സോ ഇത്രയും സെറ്റപ്പ് ആയിട്ട് ചെയ്യുന്നുണ്ട്. ഓഫ് കോഴ്സ് ഇറ്റ് ഈസ് പ്രെഡിക്റ്റബിൾ. നമുക്ക് നമ്മുടെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയെ പറ്റി നമുക്ക് അഷ്യൂരിറ്റി കൊടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ ഈസ് ഹൈ. ഓക്കെ, ഇനി അടുത്തത് ലെവൽ 5, ഒപ്റ്റിമൈസിങ്. ഓക്കെ, ഒപ്റ്റിമൈസിങ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഷുഡ് സാറ്റിസ്ഫൈ ഓൾ ദ റിക്വയർമെന്റ്സ് ഓഫ് ലെവൽ 4. ദിസ് ഇസ് ദ ലാസ്റ്റ് ലെവൽ. ഇറ്റ് ഈസ് കൺസിഡർഡ് ഓൾമോസ്റ്റ് പെർഫെക്റ്റ്. ഇത് ഞാൻ ആദ്യമേ പറഞ്ഞതാ. ഓക്കെ, ദ എൻറ്റയർ ഓർഗനൈസേഷൻ കണ്ടിന്യൂസ്ലി വർക്ക് ഫോർ ദ പ്രോസസ് ഇംപ്രൂവ്മെന്റ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ക്വാണ്ടിറ്റേറ്റീവ്. ഇവിടെ നമ്മൾ നേരത്തെ പറയാത്ത ഒരു കാര്യം കൂടെ ഉണ്ട്. Quantitative feedback from the lower level is taken. Okay, so the organization repeatedly analysis for the weakness or the risk and corrective steps is proactively taken to prevent the errors. Okay, so level 5 എന്ന് പറയുന്ന ബെസ്റ്റ് വൺ ആയിരിക്കും, പെർഫെക്റ്റ് പ്രോഡക്റ്റ് ആയിരിക്കും. ഇവിടെ ട്രെയിനിങ് ഒക്കെ കൊടുത്ത വലിയ സംഭവമായിരിക്കും. ദെൻ ഇംപ്രൂവ്മെന്റ് നമ്മൾ എപ്പോഴും മെഷർ ചെയ്യും. സോ കറക്റ്റീവ് മെഷേഴ്സ് ഒക്കെ നമ്മൾ കറക്റ്റ് ടൈമിൽ എടുക്കും. അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങളാണ് ഇവിടെ ലെവൽ 5 എടുക്കുന്നത്. ഓക്കെ, അതുപോലെ കോസ്റ്റ് ബെനിഫിറ്റ് അനാലിസിസ് ഒക്കെ നടത്തിയിട്ട് അങ്ങനെ ഒരു പെർഫെക്റ്റ് രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് ആയിരിക്കും ലെവൽ 5 ആയിട്ടുള്ള ഓർഗനൈസേഷൻ നമുക്ക് തരുന്നത്. ഓക്കെ, ഇതാണ് കേപ്പബിലിറ്റി മച്യൂരിറ്റി മോഡൽ. ഉറപ്പായിട്ടും ചോദിക്കും, എവിടെയെങ്കിലും ഒക്കെ ചോദിക്കും. സബ് ക്വസ്റ്റ്യൻ ആയിട്ടാണെങ്കിലും ഇത് ചോദിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഈ ലെവൽ വെച്ചിട്ടാണെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ഓറിയന്റഡ് ആയിട്ട് ഒരു ക്വസ്റ്റ്യൻ വന്നാലും ഇഫ് ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ്
If the concept is clear, you can pick out which level we need. Okay. അപ്പൊ അത് എന്താന്നുള്ളത് നോക്കിക്കോളും. ഓക്കെ. ഇനി ഇത് key process areas level 1 KP, there is no key process area. ഇതൊക്കെ കാണാൻ പഠിച്ചു വെക്കാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. ചുമ്മാ ഒന്ന് ഓടിച്ചു നോക്കിയിട്ട് 3 or 4 ഇതൊക്കെ യൂസ് ചെയ്യുവാന്നുള്ളതേ ഉള്ളൂ. I don't think if I waste some time to discuss that things, അത് ചുമ്മാ റാൻഡംലി കുറെ സംഭവങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതേ ഉള്ളൂ. കളക്ഷൻ, ഇന്റഗ്രേഷൻ, അങ്ങനെ കീ പ്രോസസ് ഏരിയാസ് അത് വായിച്ചു നോക്കണം. ഓക്കെ. പ്രത്യേകിച്ച് കഥയൊന്നും അതിനകത്ത് പറയാനില്ല. ഓക്കെ. നെക്സ്റ്റ്, അപ്പൊ നമ്മള് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിളിനകത്ത് ഇത്രയും സാധനങ്ങൾ നമ്മൾ മുമ്പേ പറഞ്ഞു. മെയിൻ്റെനൻസ് ഇതൊക്കെ പറഞ്ഞു. അതിനകത്ത് ടെസ്റ്റിംഗ് ആണ് മെയിൻ ഇപ്പൊ പറയുന്നത്. ടെസ്റ്റിംഗ് എന്താന്നുള്ളത് ഞാൻ ജസ്റ്റ് മെൻഷൻ ചെയ്ത് പോയായിരുന്നു. 2 types of testing, white box testing and black box testing. White box testing is also called a glass box testing. Glass box, glass means transparent. Glass transparent ആണ്. ട്രാൻസ്പെറന്റ് ആകുമ്പോൾ നമുക്ക് ഉള്ളിലുള്ളത് കാണാൻ പറ്റും. ഓക്കെ. ഒരു ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അല്ലെ? ട്രാൻസ്പെറന്റ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അതിനകത്ത് എന്തോരം വെള്ളം ഉണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ. ഇന്റേണൽ ലോജിക്, ടെസ്റ്റ് ദ ഇന്റേണൽ ലോജിക്. That is white box testing. So we need our code to be tested. Okay. So if it is white box testing, you just listen. That is, just mention the point. It tests the internal logic. Okay. So black box testing appo nokam output. It tests the input test ചെയ്യും and or output behavior. Okay. ഇതിന്റെ പ്രോഡക്റ്റ് എന്താണ് അതിനെ പറ്റിയാണ് അവിടെ സംസാരിക്കുക. അപ്പൊ ഈ 2 പോയിന്റ് ഓർത്തിരിക്കുക. കൂടാതെ it is also known as glass box testing. It is performed early in the testing process. Very important. It performed early in the testing process. Okay. Appo it guarantees that all independent paths within the module have been exercised at least once. Okay. So all independent path, it exercise all logical decisions on there. അതായത് നമ്മുടെ ഒരു C program എഴുതി കഴിഞ്ഞാൽ we have multiple conditions. If, else, 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 if, else. Okay. So all the independent paths are tested. White box testing. Internal logic of the program. Okay. Internal logic. Appo type of testing ആണ് white box testing. It is also called a glass box testing. It is performed early in the testing process. All independent paths within the module have been exercised. So you know, in a C program, it is also called modular programming. It is a procedure-oriented programming language. We can have multiple procedures in the in C program. So whenever you need a procedure, you need to call, function call, function definition and all. So in a particular module or in a particular block, we can have multiple conditions, if, else, if, else, if, else, if. So all the independent path will be tested. It execute all the loop at their boundaries. Boundaries എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ? ഇപ്പൊ നമ്മൾ പറയുവാണ്, if for I is equal to 0, I less than or equal to 10, I plus 0 തൊട്ട് 10 വരെ less than or equal to 10, it takes that boundary value, it checks that boundary values. So അതൊക്കെയാണ് internal logic, whether it is working or not. Less than or equal to, less than തമ്മിൽ വ്യത്യാസമുണ്ട്. It exercises internal data structure to assure their validity. Which data structure they used? Array or linked list or whatever it is, to assure their validity. Whether they need static programming or dynamic programming, whether in my program
I need to dynamically enhance the memory, which data structure I have to use. All these things will be tested. Okay. So if it is black box testing, so white box testing happens at the initial stage of the testing process. So black box testing happens at the later stage of the testing. So later stage എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഉദ്ദേശിക്കുക ഔട്ട്പുട്ട് ഓറിയന്റഡ് ആണ്. Later stage output. Test the input and goes for the output. Okay. So later stage of the test. അതുകൊണ്ടാണ് അത് ഔട്ട്പുട്ട് ഓറിയന്റഡ് ആണ് ഇരിക്കുന്നത്. It enables software development to derive a set of input conditions that will fully exercise the functional requirements of a program. So functional requirements of a program. Functional requirements എന്ന് പറയുമ്പോഴത്തേക്കിന് ക്വാളിറ്റി, ടൈമും കോസ്റ്റും ഒന്നും വരത്തില്ല. ക്വാളിറ്റി, whether the requirements are perfectly working in the software or not, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ it will fully exercise. Okay, it derive a set of input conditions that will fully exercise the functional requirements of a program. So അതാണ്, അതായത് എന്റെ പ്രോഗ്രാമിന്റെ സക്സസ് ഞാൻ അളക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, I will derive a set of input conditions and it will be, that is a test case, and it will be given to that, and whether it is performing perfectly, that means black box testing is that. It enables him to find errors like incorrect or missing functions. അപ്പോൾ ഇപ്പൊ ഞാൻ ആണെങ്കിൽ ഒരു സംഭവം കൊടുത്തു. അപ്പൊ ഫംഗ്ഷൻ കോളിൽ തന്നെ കോൾ ബൈ വാല്യൂ ആൻഡ് കോൾ ബൈ റെഫറൻസ് ഉണ്ട്. ഓക്കെ. അപ്പോൾ ചില കേസിൽ എനിക്ക് ചില വാല്യൂസ്, അതായത് ചില കേസിൽ ചില വാല്യൂസ് എനിക്ക് വളരെ ഇൻകറക്റ്റ് ആയിട്ടാണ് ആ കണ്ടീഷൻ വർക്ക് ചെയ്യുന്നതെങ്കിൽ ദാറ്റ് വിൽ ബി പെർഫെക്റ്റ്ലി ഐഡന്റിഫൈഡ് ഇഫ് ഐ ക്രിയേറ്റ് എ സാമ്പിൾ ടെസ്റ്റ് കേസ് ഓർ സാമ്പിൾ തിങ് ഓർ കുറെ സെറ്റ് ഓഫ് ഇൻപുട്ട് കണ്ടീഷൻസ് ഞാൻ കൊടുത്തു. ഇതെല്ലാം വർക്ക് ആവുന്നു എന്ന് അറിയണം. സോ ഇതിൽ ഏതെങ്കിലുമൊക്കെ വർക്ക് ആവുന്നില്ലെന്നുണ്ടെങ്കിൽ അത് ഏതൊക്കെയാണെന്ന് ചൂണ്ടിക്കാണിക്കാൻ പറ്റും. Okay, അതാണ് എന്ത് ബ്ലാക്ക് ബോക്സ് ടെസ്റ്റിംഗ്. So white box testing earlier stage, black box testing later stage, output stage. So it checks whether the output that is obtained is right or not by giving some by deriving some set of sample input conditions. Okay, അതാണ് black box testing. Okay, next maintenance. So maintenance already അറിയാം. നമുക്ക് കറക്ഷൻസ് ഒക്കെ വേണം എന്നുണ്ടെങ്കിൽ അത് കൊടുക്കുന്നതാണ് മെയിൻ്റെനൻസ്. To rectify the errors which are encountered during the operation of the software. Okay. To change the program function to interface with the new hardware or software. Okay. ഇപ്പോൾ നമ്മൾ പുതിയൊരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നെങ്കിൽ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ആ പ്രൊജക്ട് ചിലപ്പോൾ അതിനകത്ത് വർക്ക് ചെയ്യണമെന്നില്ല. So what are the additional things that needed to upgrade my program to work on my new system or new software? Okay. So increased requirements-ന് നമുക്ക് മാറ്റണം. So ഇത് ഇമ്പോർട്ടന്റ് ആണ്. കറക്റ്റീവ്, അഡാപ്റ്റീവ്, പെർഫെക്റ്റീവ്. കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താ നോക്കാം. അതിനെപ്പറ്റി പറയുന്നില്ല അല്ലേ? കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്നാന്ന് ചോദിച്ചാല് നമുക്ക് ചൊല്ലാറുണ്ടോ? ഒരു സെക്കൻഡ്, ഞാൻ എടുത്തു വെച്ചില്ല. ഞാൻ സാധാരണ എടുത്തു വെക്കുന്നേ. ഓക്കെ. ഓക്കെ, കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ഓർക്കുക. ഇറ്റ് പ്രിവെന്റ് ഇഷ്യൂസ് ബിഫോർ ദേ ഹാപ്പൻ. ഓക്കെ, ഇറ്റ് ഫോക്കസസ് ഓൺ ഐഡന്റിഫൈയിങ്, ഐസൊലേറ്റിംഗ് ആൻഡ് റിപ്പയറിംഗ് ഫോൾട്സ് ഓർ ഡിഫെക്ട്സ് വൺസ് ദേ ആർ ഡിറ്റക്റ്റഡ്. ഓക്കെ, അപ്പോൾ കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇൻവോൾവ്സ് ഫിക്സിംഗ് ബഗ് ഓർ എറർ
that are discovered during the use of the software, ensuring that the system remains functional and reliable. So അത് കറക്റ്റ് എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ഉണ്ടാകാതെ നോക്കുക എന്നുള്ളതാണ്, അത് വരാതെ സൂക്ഷിക്കുക. സോ വൺസ് ഇറ്റ് ഈസ് വന്നാലും നമ്മൾ ആ പ്രോഡക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാക്കി കൊണ്ടുവരുന്ന ആ സംഭവമാണ് കറക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് അഡാപ്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രയൽ ആൻഡ് ലേൺ എന്ന് പറയുന്ന ആ ഒരു സംഭവമാണ്. അപ്പം ലേൺ ബൈ ഡൂയിങ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചെയ്തു വരുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്സിനനുസരിച്ച് ഈ സംഭവം മെയിൻറ്റെയിൻ ചെയ്ത് പോവാന്നുള്ളതാണ്. ആ ഒരു സിനാരിയോ അനുസരിച്ച് അല്ലെങ്കിൽ ആ ഒരു പാറ്റേൺ അനുസരിച്ച് അതിനെ കറക്റ്റ് ചെയ്ത് പോകുന്നതാണ് അഡാപ്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറയുന്നത്. സോ നമ്മൾ ഒരു പ്രാവശ്യം ഓക്കെ, നമ്മൾ പറയുന്നത് നമ്മളൊരു ചൂടുള്ള കാലാവസ്ഥയിലേക്ക് പോയി കഴിയുമ്പോൾ ആദ്യത്തെ ഒരു ദിവസം നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും, രണ്ടാമത്തെ ദിവസം നമുക്ക് ബുദ്ധിമുട്ട് ഇച്ചിരി കുറയും, മൂന്നാമത്തെ ദിവസം നമ്മൾ അതുമായിട്ട് അങ്ങ് ശീലമായി പോകും. ആ സാധനമാണ് അഡാപ്റ്റീവ് മെയിൻ്റെനൻസ്. ഓക്കെ, പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ് എന്ന് പറഞ്ഞാൽ അതായത് ദാറ്റ് വോണ്ട് ഹാപ്പൻ, അത് പിന്നീട് വരാൻ പാടില്ല, ആ പ്രോബ്ലം പിന്നീട് വരാൻ പാടില്ല. മെയിൻ്റെനൻസ് improving and enhancing software based on the user feedback, performance analysis, or evolving market needs. Okay, so unlike corrective maintenance which fixes bugs, this perfective maintenance proactively improve the system to better meet user expectation and changing business requirements. So the customer requirements in a proactively എന്ത് ചെയ്യുന്നു, മീറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സംഭവമാണ് പെർഫെക്റ്റീവ് മെയിൻ്റെനൻസ്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അതൊന്ന് പറഞ്ഞതേ ഉള്ളൂ, ഇതിനകത്തില്ല, പിന്നെ ജസ്റ്റ് നോക്കി വെക്കാം. ആ 3 ടേംസ് ഒന്ന് പഠിച്ചു വെച്ചാൽ ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ടു റൈറ്റ് പാരഗ്രാഫ്സ്. ഓക്കെ, സോ ഇതാണ് യൂണിറ്റ് 1 എന്ന് പറയുന്നത്. യൂണിറ്റ് 2 എന്ന് പറയുമ്പം ഇതിനകത്ത് ഹെഡിങ്സ് നോക്കുക. So engineering the product requirements ചെയ്യുമ്പോൾ ഇതിനകത്ത് മെയിൻ ആയിട്ട് പ്രിൻസിപ്പിൾസ് ഓഫ് സോഫ്റ്റ്വെയർ ഇൻ റിക്വയർമെന്റ് അനാലിസിസ്. അപ്പൊ നമ്മുടെ ഫസ്റ്റ് ഫേസ് ആയ റിക്വയർമെന്റ് അനാലിസിസിനെ പറ്റിയുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു. റിക്വയർമെന്റ് അനാലിസിസിനെ പറ്റി മാത്രം ഉള്ള ഒരു ചാപ്റ്റർ. ഓക്കെ, സോ റിക്വയർമെന്റ്സ് എഞ്ചിനീയറിംഗ്. സോ I told you engineering means specific techniques, tools, algorithms are used. Okay, types of requirements, different types of requirements. Then software requirement specification, SRS. SRS എന്ന് പറയുന്നത് ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു റിപ്പോർട്ട് പോലെയുള്ള ഒരു സംഭവമാണ്. സോ ആഫ്റ്റർ ഈച്ച് ഫേസ് SRS ക്രിയേറ്റ് ചെയ്ത് വെക്കും ഡോക്യുമെന്റേഷന് വേണ്ടി. സോ ഡോക്യുമെന്റേഷൻ എന്തിനാന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ കാര്യങ്ങളൊക്കെ ഈസി ആകാൻ വേണ്ടിയാണ് ഡോക്യുമെന്റേഷൻ. അറിയാലോ, പിന്നീട് ഈ സംഭവത്തെ പറ്റി പഠിക്കാനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഡോക്യുമെന്റ് എടുത്ത് നോക്കി വെച്ചാൽ മതി. So what are the different problems that is faced in creating the SRS document? Then requirements gathering tools. What are the different tools and techniques that is used to gather the requirements? Adana. Next, modeling the system architecture. ഈ സംഭവത്തിനെ മോഡൽ ചെയ്യാനായിട്ട് we can modeling means ഡയഗ്രാം ആയിരിക്കുമല്ലോ. സോ അതിനകത്ത് ഡേറ്റ ഫ്ലോ ഡയഗ്രാം ഉണ്ട്, DFD ഡേറ്റ പോകുന്ന ഫ്ലോ. ഓക്കെ, ആ DFD വരയ്ക്കാനായിട്ട് കുറച്ച് റൂൾസ് ഒക്കെ ഉണ്ട്, അതെന്തൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം. ദെൻ ഡേറ്റ ഡിക്ഷണറി, ഡേറ്റ ഫ്ലോ ഡയഗ്രാംസിനകത്തുള്ള സംഭവങ്ങളുടെ ഡീറ്റെയിലിംഗ് ആണ് ഡേറ്റ ഡിക്ഷണറിയിൽ ഇരിക്കുന്നത്. ദെൻ ER ഡയഗ്രാം, ഓക്കെ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറയും. ദെൻ സ്ട്രക്ചേർഡ് റിക്വയർമെന്റ് ഡെഫിനിഷൻ. ഓക്കെ, സോ എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം എന്ന് പറഞ്ഞാൽ എൻറ്റിറ്റി എന്ന് പറയുമ്പോൾ സ്റ്റുഡന്റ് ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, സ്റ്റുഡന്റ്, കോളേജ് ഒരു എൻറ്റിറ്റിയാണ്. ഓക്കെ, സ്റ്റുഡന്റ് ഫസ്റ്റ് നെയിം, സെക്കൻഡ് നെയിം, അഡ്രസ്, ഇതൊക്കെ ആട്രിബ്യൂട്ട്സ് ആണ്. സോ ഇതിന്റെ ഡീറ്റെയിലിംഗ് ആണ് ഡേറ്റ ഡിക്ഷണറിയിൽ കാണുന്നത്. ഓക്കെ, നെക്സ്റ്റ് സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് സ്പെസിഫിക്കേഷൻ. എന്തൊക്കെ റൂൾസ് ആണ്, ടൈപ്സ് ഓഫ് ദ പ്രോട്ടോടൈപ്പ്, പ്രോബ്ലംസ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ്, അഡ്വാൻറ്റേജ് ഓഫ് പ്രോട്ടോടൈപ്പിംഗ്, ഇതൊക്കെയാണ് അതിൽ വരുന്നത്. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ മെട്രിക്. മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെഷർമെന്റ്, ഹൗ ടു മെഷർ ദ ക്വാളിറ്റി ഓഫ് ദ സോഫ്റ്റ്വെയർ. ഫങ്ഷണൽ ആണോ, അല്ലെങ്കിൽ കോസ്റ്റ് മെട്രിക്, ഫങ്ഷണൽ മെട്രിക്, അങ്ങനെ കുറെ സംഭവം ഉണ്ട്. അപ്പൊ അതൊക്കെയാണ് ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത്. ഓക്കെ,
So requirements means what the system is supposed to do. കസ്റ്റമറിന്റെ ആവശ്യം എന്താണ്, അതാണ് ശരിക്കും പറഞ്ഞാൽ ആ സിസ്റ്റം supposed to do. Okay. So end user need preparation of the document, that is SRS, software requirement specification document, analysis and validation of the requirement, identification of further requirements to be needed. Okay. So engineering partner tools and technique, proven principle, technique, language tool for the cost effective analysis, documentation, ongoing evaluation of user needs, specification of external behavior of the system to satisfy the user need. ഇതൊക്കെയാണ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഔട്ട്പുട്ട് ഓഫ് ദ റിക്വയർമെന്റ്സ് ഓഫ് ദ എഞ്ചിനീയറിംഗ് പ്രോസസ്സസ് RDD, റിക്വയർമെന്റ് ഡെഫിനിഷൻ. ഈ റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിന്റെ ഔട്ട്പുട്ട് ആണ് റിക്വയർമെന്റ് ഡെഫിനിഷൻ ഡിസ്ക്രിപ്ഷൻ, RDD. Okay. It divides the requirement engineering into two categories: requirement definition and requirement management. So RDD എന്ന് പറയുന്നത് requirement definition, requirement management. Requirement definition എന്ന് പറഞ്ഞാൽ requirement gather ചെയ്യണം, analysis ചെയ്യണം, RDD and SRS create ചെയ്യണം, review and validation. Requirement management എന്ന് പറഞ്ഞാൽ manage ചെയ്യുക, control and tracking the requirement, checking the complete implementation of RDD, manage the changes in the requirement which are identified later. So requirement engineering എന്താന്ന് പറഞ്ഞു, റിക്വയർമെന്റ് എഞ്ചിനീയറിംഗ് ടൂൾസ് ആൻഡ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നു. RDD ആണ് റിക്വയർമെന്റ് എഞ്ചിനീയറിംഗിന്റെ ഔട്ട്പുട്ട്. രണ്ടെണ്ണം ഉണ്ട്, റിക്വയർമെന്റ് ഡെഫിനിഷനും ഉണ്ട്, റിക്വയർമെന്റ് മാനേജ്മെന്റും ഉണ്ട്. റിക്വയർമെന്റ് ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ ഗ്യാതറിംഗ് ദ റിക്വയർമെന്റ്, അനാലിസിസ് ഇറ്റ്, ക്രിയേഷൻ ഓഫ് RDD ആൻഡ് SRS, വാലിഡേഷൻ, ഇത്രയും വരും. റിക്വയർമെന്റ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ കൺട്രോളിംഗ് ഓഫ് all these things. Complete implement, check whether it is completely implemented or not. അതൊക്കെയാണ്. ഓക്കെ. ഇനി ടൈപ്പ് ഓഫ് റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ പ്രയോറിറ്റി വരും. കസ്റ്റമറിന്റെ പ്രയോറിറ്റി അനുസരിച്ച് ഇതൊക്കെ കറക്റ്റ് ആയിട്ട് മീറ്റ് ചെയ്യുന്നുണ്ടോ, ഏതാണ് ഹൈലി ഡിസൈറബിൾ, എന്തൊക്കെ റിക്വയർമെന്റ്സ് കളഞ്ഞ് നമുക്ക് ഈ പ്രോജക്റ്റ് കംപ്ലീറ്റ് ചെയ്യാം, ഇതൊക്കെയാണ്. ഫങ്ഷണൽ റിക്വയർമെന്റ്, നോൺ ഫങ്ഷണൽ റിക്വയർമെന്റ്. ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ഫങ്ഷണലിനകത്ത് എഫിഷ്യൻസി, പെർഫോമൻസ്, സ്പേസ്, റിലയബിലിറ്റി, പോർട്ടബിലിറ്റി ഇതൊക്കെ വരും. ഫങ്ഷണൽ റിക്വയർമെന്റ്സിനകത്ത് ടൈം, സിങ്ക്രണൈസേഷൻ, സ്റ്റോറേജ് സ്ട്രക്ചർ, കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റീസ് ഇതൊക്കെയാണ് ഫങ്ഷണൽ റിക്വയർമെന്റ്സ് പറയുന്നത്. ഓക്കെ, ഇത് രണ്ടും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോണം എവിടെയെങ്കിലും. ഫങ്ഷണൽ റിക്വയർമെന്റ് എന്ന് പറയുന്നത് ടൈമിംഗ് ആൻഡ് സിങ്ക്രണൈസേഷൻ. ഓക്കെ, കറക്റ്റ് ടൈമില് കറക്റ്റ് ആയിട്ട് നമുക്കിത് വർക്ക് ചെയ്യുന്നുള്ളത്. അതുപോലെ കറക്റ്റ് മെമ്മറി ഉണ്ടാവും. ഓക്കെ, കമ്പ്യൂട്ടേഷണൽ കേപ്പബിലിറ്റീസ് ഫങ്ഷണൽ. നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഇതിന്റെ യൂസബിലിറ്റി, എഫിഷ്യൻസി, പെർഫോമൻസ്, സ്പേസ്, റിലയബിലിറ്റി, പോർട്ടബിലിറ്റി ഇതൊക്കെയാണ്. ദേ ഡിഫൈൻ ദ പ്രോപ്പർട്ടീസ് ഓർ ക്വാളിറ്റീസ് ഓഫ് ദ പ്രോഡക്റ്റ്. അപ്പോൾ നോൺ ഫങ്ഷണൽ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഡക്റ്റിന്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്യുന്നതാണ് നോൺ ഫങ്ഷണൽ. ഓക്കെ, SRS എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് ഓഫ് ദ റിക്വയർമെന്റ് അനാലിസിസ് ആണ്. റിക്വയർമെന്റ് അനാലിസിസ് ആണ് നമ്മുടെ ഇനിഷ്യൽ ഫേസ്. ചാപ്റ്റർ ഹെഡിങ്ങും റിക്വയർമെന്റ് അനാലിസിസ് ആണ്. ഇതിന്റെ ഔട്ട്പുട്ട് ആണ് SRS. ഓക്കെ, ഡോക്യുമെന്റ് ആണ്. ഓക്കെ, സോ എക്സ്റ്റേണൽ ഇന്റർഫേസസ് എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഇൻഫർമേഷൻ വിച്ച് ഇസ് ഫ്ലോയിങ് ഫ്രം ദ സിസ്റ്റം ടു ദ സിസ്റ്റം. ഓക്കെ, ഇനി SRS എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആണ്. ഇപ്പൊ നമുക്കൊരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ട് ഒരു ടെംപ്ലേറ്റ് തന്നു എന്ന് വെച്ചോ, അതേപോലെ ഒരു സാധനമാണിത്. ഇൻട്രൊഡക്ഷൻ, ഓവറോൾ ഡിസ്ക്രിപ്ഷൻ, സ്പെസിഫിക് റിക്വയർമെന്റ്സ്, സപ്പോർട്ടിങ് ഇൻഫർമേഷൻ. ഇത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കാൻ പറ്റുന്നെങ്കിൽ ഓർത്തിരിക്കുക. കണ്ടമാനം ഉണ്ട്. അങ്ങനെ ചോദിക്കുമോന്ന് ചോദിച്ചാൽ കണ്ടില്ല അങ്ങനെ ഒരു സംഭവം. പിന്നെ ഇതൊരു റിപ്പോർട്ടാണ്. ഒരു റിപ്പോർട്ട് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഗതികളുണ്ടോ ആ സംഗതികൾ ഓർത്ത് വെച്ച് പഠിക്കുക. അല്ലാതെ ഇതിപ്പോ 10-15 ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ഇതൊന്നും ഓർത്തിരിക്കത്തില്ല. അപ്പൊ മെയിൻ ഹെഡിങ്സ് ഓർത്തിരിക്കുക. 1-2 സാധനം ഇതിനകത്ത് ഇരുന്ന് കഴിഞ്ഞാൽ ബാക്കി എഴുതി പിടിപ്പിക്കാൻ പറ്റും. സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് ആണല്ലോ. ഒന്നും എഴുതാതിരിക്കുന്നതിലും നല്ലതാണല്ലോ ഹെഡിങ് എഴുതി അതുമായിട്ട് യോജിക്കുന്ന സാധനങ്ങൾ ആ ഹെഡിങ്ങിന്റെ അടിയിലേക്ക് കൊണ്ടുവരുവാന്നുള്ളത്. ഓക്കെ, ഇനി പ്രോബ്ലംസ് ഇൻ SRS. ഇത് കംപ്ലീറ്റ് റിക്വയർമെന്റ്സ് ആർ ഡിഫിക്കൽട്ട് ടു അൺകവർ. മൊത്തത്തിൽ സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് വലിയ ബുദ്ധിമുട്ടായിരിക്കും. റിക്വയർമെന്റ്സ് ആർ കണ്ടിന്യൂസ്ലി ജനറേറ്റഡ്. കസ്റ്റമറിന് ഗ്രീഡി ആണ്. കസ്റ്റമറിന്റെ ആവശ്യത്തിനനുസരിച്ച് റിക്വയർമെന്റ് വന്നുകൊണ്ടേയിരിക്കും. ഓക്കെ, ദെൻ
the general trend among software developers shows that they have over dependence on case tools. അപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ക്യാപ്സ്യൂളായിട്ട് എന്ത് ചെയ്യാൻ പറ്റുന്നോ അതാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. സോ ദേ ഓവർ ഡിപ്പെൻഡന്റ് ഓൺ ഡിഫറെന്റ് കേസ് ടൂൾസ്. ഓക്കെ, നെക്സ്റ്റ് ടൈറ്റ് പ്രൊജക്ട് സ്കെഡ്യൂൾസ്. അതായത് നമുക്ക് ലിമിറ്റ് ആയിരുന്ന ടൈമെങ്കിൽ നമ്മൾ തട്ടിക്കൂട്ടി ഉണ്ടാക്കും, അതാണ്. ഓക്കെ, അത് കംപ്ലീറ്റ് ആയിരിക്കണം, അല്ലെ പ്രൊഡക്റ്റ് സക്സസ് ആയിരിക്കണം നിർബന്ധമില്ല. ഓക്കെ, പിന്നെ നമുക്കുള്ള റിസോഴ്സസ് മേ നോട്ട് ബി ഇനഫ് ടു ബിൽഡ് ദാറ്റ് പ്രോജക്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ SRSന്റെ ഫ്ലോസ് ആണ്. ഓക്കെ, ദെൻ റിക്വയർമെന്റ് ഗ്യാതറിംഗ് ടൂൾസ്. ഓക്കെ, 4 ടൂൾസ്: റെക്കോർഡ് റിവ്യൂ, ഓൺസൈറ്റ് ഒബ്സർവേഷൻ, ഇന്റർവ്യൂ, ക്വസ്റ്റ്യൻ. നമുക്ക് റെക്കോർഡ് റിവ്യൂ, ഓക്കെ, അതായത് റെക്കോർഡിക്കലായിട്ട് നമ്മുടെ പ്രൊസീജിയർ ഉണ്ട്, മാനുവൽ ഉണ്ട്, ഇങ്ങനെയുള്ള സംഭവത്തിൽ നമുക്ക് ഗ്യാദർ ചെയ്യാം. അല്ലെങ്കിൽ സൈറ്റിൽ പോയി നമുക്ക് കണ്ടുപിടിക്കാം, ഇന്റർവ്യൂ നടത്താം, ക്വസ്റ്റ്യനെയർ, പല പല ക്വസ്റ്റ്യൻസ് കൊടുത്ത് അതിന്റെ ആൻസർ അനുസരിച്ചിട്ട് നമുക്ക് റിക്വയർമെന്റ്സ് കളക്ട് ചെയ്യും. ഇതൊക്കെയാണ് റിക്വയർമെന്റ് ഗ്യാതറിംഗ് ടൂൾസ്. ഓക്കെ, നെക്സ്റ്റ് മോഡലിംഗ് ദ സിസ്റ്റം ആർക്കിടെക്ചർ. ഏകദേശം ഇതിനകത്ത് ഞാൻ പറഞ്ഞ സംഭവമാണ് DFD ഒക്കെ. ഓക്കെ, അപ്പം എലിമെന്ററി മോഡലിംഗ് ടെക്നിക്. ഓക്കെ, സോ ബെയർ മിനിമം റിക്വയർമെന്റ്സ് ആണ് എസെൻഷ്യൽ മോഡൽ. ഓക്കെ, എൻവയോൺമെന്റൽ മോഡൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യുന്ന സിസ്റ്റം ഏത് എൻവയോൺമെന്റിലാണെന്നുള്ളതാണ് എൻവയോൺമെന്റ്. ഏത് എൻവയോൺമെന്റിലാണെങ്കിലും അതിന്റെ സബ്സെറ്റിലായിരിക്കും അതിരിക്കുന്നത്. ഇപ്പൊ നമ്മൾ ഒരു കോളേജിന് വേണ്ടി ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് കൊടുത്താൽ ഇറ്റ് കംസ് അണ്ടർ യൂണിവേഴ്സിറ്റി. ഒരു യൂണിവേഴ്സിറ്റിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് കംസ് അണ്ടർ എഡ്യൂക്കേഷണൽ സിസ്റ്റം. സോ ഇതാണ് എൻവയോൺമെന്റൽ മോഡൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ അണ്ടറിൽ യൂണിവേഴ്സിറ്റി വരും, അതിന്റെ അണ്ടറിൽ കോളേജ് വരും, അതിന്റെ അണ്ടറിൽ ഡിപ്പാർട്ട്മെന്റ് വരും. സോ ഇതാണ് എൻവയോൺമെന്റൽ മോഡലിംഗ് എന്ന് പറഞ്ഞാൽ. അതായത് നമ്മൾ എവിടെയാണോ ഒരു സാധനം ഉണ്ടാക്കി കൊടുക്കുന്നത് അതിന്റെ ഒരു സ്വീകാര്യത എന്താണ്, അതിന്റെ ആപ്ലിക്കേഷൻ എന്താണ്, അത് എവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള മൊത്തത്തിലുള്ള ഒരു കാഴ്ചപ്പാട്. ഓക്കെ, അതാണ് നമ്മളൊരു കാർ ഷോറൂമിന് വേണ്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ഈസ് ആക്ച്വലി എൻറ്റയർലി ഡിഫറെന്റ്. ദാറ്റ് എൻവയോൺമെന്റ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ് വെൻ ഇറ്റ് കംസ് ടു ദ എഡ്യൂക്കേഷണൽ സിസ്റ്റം. മനസ്സിലായോ? അതാണ് എൻവയോൺമെന്റൽ മോഡൽ. ഓക്കെ, നെക്സ്റ്റ് ബിഹേവിയറൽ മോഡൽ. ബിഹേവിയറൽ മോഡൽ എന്ന് പറഞ്ഞാൽ അതിന്റെ സ്വഭാവം, അതായത് ഓപ്പറേഷണൽ ബിഹേവിയർ ഓഫ് ദ സിസ്റ്റം ആണ് ബിഹേവിയറൽ മോഡൽ. സോ ദ ടൂൾസ് ദാറ്റ് യൂസ് ടു മേക്ക് ദിസ് മോഡൽ ആർ DFD, ER. എങ്ങനെയാണ് ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്? ഇപ്പൊ DFD ആണെങ്കിൽ ഡേറ്റ എങ്ങനെയാണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ആണെങ്കിൽ എൻറ്റിറ്റിയും സിസ്റ്റവും തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ അതെല്ലാം ഇവിടെ ഉണ്ട്. DFD ഇതാണ്ട് ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് എൻറ്റിറ്റി എഴുതുന്നത് സ്ക്വയർ റെക്ടാംഗിൾ ബോക്സിലായിരിക്കും. പ്രോസസ്സ് വരുന്നത് ഓവൽ ഷേപ്പ് അല്ലെ ഒരു സർക്കുലർ ഷേപ്പ് എന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. DFD തന്നെ മൾട്ടിപ്പിൾ ലെവൽസ് ഉണ്ട്. ലെവൽ 1, ലെവൽ 2, ലെവൽ 3. അത് നമ്മുടെ സംഭവം ഈ നമ്മുടെ പ്രൊജക്ടിന്റെ വലിപ്പം അനുസരിച്ച് അത് പല ലെവലിലേക്ക് നമുക്ക് പോവാം. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇവിടെ കണ്ടോ, ഒരു യൂസർ ലോഗിൻ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ യൂസർ ഇൻപുട്ട്, യൂസർ നെയിം, പാസ്വേഡ്. ഓക്കെ, പ്രോസസ്, ദെൻ അവിടെ ഒതന്റിക്കേഷൻ നടക്കുന്നു. കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ലോഗിൻ. അതാണ് ലോഗിന്റെ ഒരു DFD. ഓക്കെ, അപ്പൊ അതിൽ എത്ര മാത്രമേ ഉള്ളൂ. വൺസ് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലോ നമുക്ക് ആ സിസ്റ്റത്തിൽ നമ്മൾ ആക്സസ് ചെയ്യാൻ പോവാം. അവിടെ കുറെ കാണും ലോഗിൻ ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ ആക്സസ് ഓൾ ദീസ് തിങ്സ്. ലോഗിൻ ചെയ്തില്ലെങ്കിൽ വി ക്യാൻ ഗോ ടു ദി സൈൻ അപ്പ് മെനു. ഓക്കെ, അപ്പൊ ഇങ്ങനെ നമ്മൾ DFD വരയ്ക്കും. അപ്പൊ അതിന് യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്, ഫ്ലോ കാണിക്കാനാണ് ആരോ, സർക്കിൾ ആണ് പ്രോസസ്, റെക്ടാംഗിൾ എക്സ്റ്റേണൽ എൻറ്റിറ്റി. ഇങ്ങനെ 2 വരയിട്ട് കാണിക്കുന്നത് വിതൗട്ട് എൻഡിങ്. അതാണ് ഡേറ്റ സ്റ്റോർ അല്ലെ റെപ്പോസിറ്ററി എന്ന് പറയുന്നത്. അപ്പോ കുറച്ച് റൂൾസ് ഉണ്ട്, അത് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. നമ്പറിങ് ചെയ്യുന്നത്, അങ്ങനെയുള്ള സംഭവമൊക്കെ ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ കണ്ടോ, ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണ് PMS, പ്രോസസ്. വി ഗെറ്റ് ഔട്ട്പുട്ട് ആസ് പ്രൊഡക്റ്റ്, ഫിനിഷ്ഡ് ഗുഡ്സ് ആണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ പ്രൊഡക്ഷൻ പ്ലാനിങ്ങിൽ വി നീഡ് എ റിപ്പോർട്ട്, സെയിൽസിൽ ഓർഡർ, ഇൻവെന്ററി, മെറ്റീരിയൽ, ഏതൊക്കെ മെറ്റീരിയൽ, ഇതെല്ലാമാണ് ഈ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ ഇൻപുട്ട് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? പ്രൊഡക്റ്റ് ആയിരിക്കും, ഫിനിഷ്ഡ് ഗുഡ്സ് ആയിരിക്കും. ഇതാണ് ലെവൽ 0. ഓക്കെ, ഇനി ഇത് വന്നിട്ട്
ലെവൽ 1 എന്ന് പറയുമ്പോൾ കണ്ടോണം കുറച്ചും കൂടെ സംഭവം, അതായത് പ്ലാനിങ്ങിനെ എടുത്തിട്ട് ഡെയിലി പ്ലാനിങ്, ഓക്കെ, ഡെയിലി പ്ലാനിങ് 1.0, ഓക്കെ, we have a repository process table, ഓക്കെ, then plan details ഒക്കെ ജോബ് കാർഡ് ടേബിൾ, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എഴുതാം, ഓക്കെ, then അതനുസരിച്ച് ലിസ്റ്റിംഗ് ചെയ്തു, ലിസ്റ്റ് ഡീറ്റെയിൽ, മാസ്റ്റർ ടേബിൾ, മെഷീൻ ഡീറ്റെയിൽ, 3.0 പ്രൊഡക്ഷൻ പ്രോഗ്രസ് ടേബിൾ. നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഈ ഒരു പ്രൊഡക്ഷൻ ഇതിനകത്ത് തന്നെ നിങ്ങളുടെ പുസ്തകത്തിൽ തന്നിരിക്കുന്ന എക്സാമ്പിൾ തന്നെ എടുക്കുക, എന്നിട്ട് നിങ്ങൾ ഹൗ ടു ക്രിയേറ്റ് എ DFD ഫോർ പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം, അല്ലെ ഒരു ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ChatGPT-യിലോ എന്തിലേലും അടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ അതിന്റെ ഒരു ട്യൂട്ടോറിയൽ കാണുമ്പോൾ 1-2 എണ്ണം കിട്ടും. അത് യൂണിവേഴ്സിറ്റി പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ഒരു പ്രൊഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റത്തിന്റെ DFD എങ്ങനെ ഇരിക്കാം, അല്ലെ സ്റ്റെപ്സ് എന്തൊക്കെയാണ്, അല്ലെ അങ്ങനെയുള്ള സംഭവം. അപ്പം ഈ പറയുന്ന സാധനം ഒന്ന് പോയിന്റ് ചെയ്ത് വെച്ചാൽ അത് മാത്രം പഠിക്കുക, അത് തന്നെ ഡയറക്റ്റ് കിട്ടാൻ സാധ്യതയുണ്ട്. സോ നിങ്ങൾക്ക് ലൈബ്രറി മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ എഴുതാം, പ്രോഡക്റ്റ് മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ എഴുതാം, ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സിസ്റ്റം ആണെങ്കിൽ അങ്ങനെ എഴുതാം. ജസ്റ്റ് പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ, ആ പോകുന്ന ഫ്ലോ സെയിം ആയിരിക്കും, അതിനനുസരിച്ച് പേര് മാത്രം മാറ്റി കൊടുത്താൽ മതി. അപ്പൊ അതൊരു 1-2 എക്സാമ്പിൾ പഠിച്ചു വെക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് റിപ്പോസിറ്ററി ആണ്. ഓക്കെ, ഇപ്പൊ കണ്ടോ അതായത് ഇതൊരു റിപ്പോസിറ്ററി ആണ്. ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്നത് it is a catalog of all the data elements in the system. It includes name, attributes, size, value range. Okay, it reduces DFD complexity with the detailed information. അപ്പൊ ഡേറ്റ ഡിക്ഷണറി എന്ന് പറയുന്ന റിപ്പോസിറ്ററി ആണെന്ന് മനസ്സിലായി. ഡേറ്റ ഡിക്ഷണറിയിലൊക്കെ യൂസ് ചെയ്യുന്ന സിമ്പിൾ ആണ്. ഇപ്പം X = ഇങ്ങനെയായിരിക്കും എഴുതിയിരിക്കുന്നത്, A⁻B, A or B. Xനകത്ത് എന്തുണ്ട്? either the data element A or B. X = A, it consists of an optional data element A plus B, A and B. അപ്പൊ ഇങ്ങനെയായിരിക്കും നമ്മൾ റെപ്പോസിറ്ററിയിൽ സൂക്ഷിക്കുക. ഓക്കെ, സെപ്പറേറ്റർ ഇങ്ങനെയായിരിക്കും, ഇങ്ങനെയൊക്കെ ഉള്ള സാധനമൊക്കെ. ഇപ്പൊ ഡേറ്റ ഡിക്ഷണറി ഓഫ് പേറോൾ മേ ഇൻക്ലൂഡ് ദ ഫോളോയിങ് ഡീറ്റെയിൽസ്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. പേറോളിന്റെ ഡേറ്റ ഡിക്ഷണറി, പേറോൾ ഇങ്ങനെയായിരിക്കും അത് വരുന്നത്. പേറോൾ, അതിനകത്ത് എംപ്ലോയി നെയിം, എംപ്ലോയി ID നമ്പർ, ഇങ്ങനെയൊക്കെ സാധനം കാണും. എംപ്ലോയി നെയിമിന് ഇങ്ങനെയായിരിക്കും കമന്റ് ചെയ്ത് സ്റ്റാറിനകത്ത് എഴുതിയിരിക്കുന്നുണ്ട്, നെയിം ഓഫ് എംപ്ലോയി, എംപ്ലോയി ID നമ്പർ, ബേസിക് സാലറി, അഡീഷണൽ അലവൻസ്, എംപ്ലോയി നെയിം, ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിമും രണ്ടും കാണും. എംപ്ലോയി അഡ്രസ്, അഡ്രസ് 1 + അഡ്രസ് 2 + അഡ്രസ് 3, ഇത്രയൊക്കെ ആയിരിക്കും എംപ്ലോയിയുടെ ഫീൽഡ്സ്. ഇതൊക്കെ ആയിരിക്കും. ഓക്കെ, അപ്പൊ അത് പഠിച്ചു നോക്കുക, നല്ലതായിരിക്കും. നെക്സ്റ്റ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് ഡയഗ്രാം, ER ഡയഗ്രാം. ER ഡയഗ്രാം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എങ്ങനെയാന്ന് വെച്ചാൽ ഇപ്പൊ നമുക്ക് ഒരു കോളേജിൽ പല ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, ഓരോ ഡിപ്പാർട്ട്മെന്റിലും ടീച്ചേഴ്സ് ഉണ്ട്. സോ ടീച്ചർ വർക്ക് ഫോർ ഡിപ്പാർട്ട്മെന്റ് 1, that teacher work for department 2 as well. So അങ്ങനെ കണക്ട് ചെയ്യുന്നതിനാണ് എൻറ്റിറ്റി റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. കണ്ടോ, ക്ലാസ് കൺസിസ്റ്റ് ഓഫ് സ്റ്റുഡൻസ്. ഈ ചിഹ്നം കാണിച്ചിരിക്കുന്നത് സ്റ്റുഡൻസിന്റെ അവിടെ ഒരു ചിഹ്നം കാണിച്ചിട്ടുണ്ട്. ആ ക്ലാസ് കൺസിസ്റ്റ് ഓഫ് മൾട്ടിപ്പിൾ സ്റ്റുഡൻസ്, ഒത്തിരി സ്റ്റുഡൻസ് ആണ്. ഒരു ക്ലാസ് 1-to-many റിലേഷൻഷിപ്പ് ആണ്. കണ്ടോ, 1-to-many കാർഡിനാലിറ്റി റിലേഷൻഷിപ്പ്. കോളേജ് ഓഫേഴ്സ് കോഴ്സസ്, മിനിമം കാർഡിനാലിറ്റി റിലേഷൻഷിപ്പ്. കോളേജ് ഓഫേഴ്സ് മൾട്ടിപ്പിൾ കോഴ്സസ്. ഓക്കെ, അങ്ങനെ. അപ്പൊ അതൊക്കെയാണ്, ഇങ്ങനെയൊക്കെയാ വരയ്ക്കുന്നത്. 1 കാർഡിനാലിറ്റി ഇതാ കാണിക്കുന്നത്, N കാർഡിനാലിറ്റി, 0 to 1 കാർഡിനാലിറ്റി, മിനി കാർഡിനാലിറ്റി. അത് ഓരോ പടത്തിലും ഓരോ രീതിയിലായിരിക്കും. ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആയിരിക്കും. ഇപ്പൊ സ്റ്റുഡന്റിന്റെ പ്രോപ്പർട്ടീസ് ആണ് റോൾ നമ്പർ, ആഡ്, ക്ലാസ്, മാർക്ക്, ഇതൊക്കെ. നെയിം, ഫാദേഴ്സ് നെയിം, ഇതൊക്കെ. ആട്രിബ്യൂട്ട്സ് ഓഫ് ദ എൻറ്റിറ്റി സ്റ്റുഡന്റ്, സ്റ്റുഡന്റിന്റെ ആട്രിബ്യൂട്ട്സ് ആണ് നെയിം, റോൾ നമ്പർ, ഏത് ക്ലാസ് ആണ്, എത്ര മാർക്ക്, ഇതൊക്കെ വരും. ഓക്കെ, ഇനി സ്ട്രക്ചേർഡ് റിക്വയർമെന്റ് ഡെഫിനിഷൻ. മേക്ക് എ യൂസർ ലെവൽ ഡേറ്റ ഫ്ലോ ഡയഗ്രാം, കമ്പൈൻഡ് യൂസർ. ഓക്കെ, ഇറ്റ് ഈസ് ആക്ച്വലി എ ഡെഫിനിഷൻ. ഇത് കഴിഞ്ഞു, അത് നോക്കാം. സ്ട്രക്ചേർഡ് റിക്വയർമെന്റ് ഡെഫിനിഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അപ്രോച്ച് ടു സിസ്റ്റം അനാലിസിസ്. It has user level DFD, combined DFD, application level DFD, and it defines functionalities. അടുത്ത സോഫ്റ്റ്വെയർ പ്രോട്ടോടൈപ്പിംഗ്. പ്രോട്ടോടൈപ്പിംഗ് ഓൾറെഡി പറഞ്ഞു, ക്രിയേറ്റിംഗ് എ സ്മോൾ മോഡൽ ബിഫോർ ദ ഫൈനൽ ഡെവലപ്മെന്റ്. ത്രോ അവേ ഉണ്ട്, എവല്യൂഷണറി ഉണ്ട്. ത്രോ അവേ എന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിൾ മോഡൽ ഉണ്ടല്ലോ, നമ്മളൊരു സാമ്പിൾ ഇട്ടു, അതനുസരിച്ച് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് എല്ലാം കളക്ട് ചെയ്തു,
എന്നിട്ട് ഈ സാമ്പിൾ നമുക്ക് കളയാം. അതാണ് ത്രോയബിൾ. എവല്യൂഷണറി എന്ന് പറഞ്ഞാൽ ഇവോൾവിങ്, ഐട്രേഷൻ, ഇവോൾവ് ചെയ്ത് വരുക, പുതിയ പുതിയ ഫീച്ചേഴ്സ് ആഡ് ചെയ്ത് വരുക. വാട്ട് ആർ ദി ബെനിഫിറ്റ്സ്? ഇറ്റ് ഐഡന്റിഫൈ ദ ഗ്യാപ്സ്, വാലിഡേറ്റ് ദ റിക്വയർമെന്റ്, ഡെമോൺസ്ട്രേറ്റ് ഫീസിബിലിറ്റി. സോഫ്റ്റ്വെയർ മെട്രിക്സ് എന്ന് പറഞ്ഞാൽ മെഷേഴ്സ് ഓഫ് സോഫ്റ്റ്വെയർ അട്രിബ്യൂട്ട്സ്. ക്വാണ്ടിറ്റേറ്റീവ് മെഷേഴ്സ് ഞാൻ പറഞ്ഞു മെഷർ ചെയ്യാൻ വേണ്ടിയാണ്. ലൈൻസ് ഓഫ് കോഡ്, നമ്പർ ഓഫ് ലൈൻസ് ഇൻ ദ പ്രോഗ്രാം, how much memory it needed, how much it needed to complete, testability, quality. Okay, it helps to assess the software metric. എന്തിനാന്ന് ചോദിച്ചാൽ ആ സോഫ്റ്റ്വെയറിന്റെ പെർഫോമൻസ് അസസ് ചെയ്യാൻ, എത്രമാത്രം റിലയബിൾ ആണ്, മെയിൻറ്റൈനബിലിറ്റി എത്രയാണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയാണ്. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് നിർത്തുവാണ്. താങ്ക് യു സോ മച്ച്.